EDUTECH ബ്ലോഗിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ അധ്യായം 6 ഭൂപട വായന എന്ന ചാപ്റ്ററിലെ പ്രാക്ടിക്കൽസ് ആണ് ഇന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ 2 സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിക്ടേഴ്സ് ചാനൽ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തേത് സൺക്ലോക്ക് ആണ്, അടുത്തത് ക്വിജസ് ആണ്. അപ്പോൾ സൺക്ലോക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സമയമേഖലകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ സൂര്യൻ്റെ അയനങ്ങൾ, സൂര്യൻ്റെ ചലനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കാണാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സൺക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ സൺക്ലോക്ക്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാക്സിമൈസ് ചെയ്യാതെ. ഇനി ഇതിൻ്റെ അകത്ത് ഒരുപാട് കമാൻഡ്സ് ഉണ്ട്. ആ കമാൻഡ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട്, ആ കമാൻഡ് ബട്ടൺ മെനു ബാർ വരാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്തെ കമാൻഡ് ബട്ടണൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മളോട് പറയുന്നത്, ഇവിടെ ആ കമാൻഡ് ബട്ടൻ്റെ ഒക്കെ ഫങ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ കമാൻഡ് ബട്ടണായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു എക്സ്ക്ലമേഷൻ മാർക്കിലുള്ള ഒരു കമാൻഡ് ബട്ടണാണ്. അതിൻ്റെ നെയിം എന്ന് പറയുന്നത് ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ ആണ്. അത് സമയമേഖലകൾ അടയാളപ്പെടുത്തിയ ലോക മാപ്പ് ദൃശ്യമാക്കുകയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതാണ്ട് ഇവിടെ ഉണ്ട് ആ എക്സ്ക്ലമേഷൻ മാർക്കുള്ള കമാൻഡ് ബട്ടൺ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോഴേക്കും ഇവിടെ കാണിക്കുന്നുണ്ട് സ്വിച്ച് ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇതിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ്ട് നമ്മുടെ സമയമേഖല ഭൂപടം ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ടൈം സോൺ മാപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തെ ലീഗൽ ടൈം എന്താണ്, ഇപ്പോഴത്തെ ടൈം, അവിടെ ആ ദിവസം ഒക്കെ ഇവിടെ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. താഴെയായിട്ട് ലീഗൽ ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സമയം നിങ്ങളുടെ സ്ഥലത്തെ സമയം, അതേപോലെ തന്നെ അവിടുത്തെ ഡേറ്റും കാണിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ടി എന്ന് പറഞ്ഞ ബട്ടണാണ്. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാന അക്ഷാംശ രേഖകൾ ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും പറ്റുന്ന ഒരിതാണ് ടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ കമാൻഡ് ബാറിലെ ടി എന്ന് പറഞ്ഞ ബട്ടൺ അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഡ്രോ ആൻഡ് ഇറേസ് ട്രോപ്പിക്സ് ആൻഡ് ഇക്വേറ്റർ ആൻഡ് ആർട്ടിക് സർക്കിൾ എന്ന് കാണിക്കുന്നുണ്ട്. അതിലൊന്ന് പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഭൂമധ്യ രേഖയും ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയൊക്കെ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ അക്ഷാംശ രേഖകൾ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അക്ഷാംശ രേഖകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് അപ്പുറമുള്ള പി എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ള അക്ഷാംശ രേഖകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലൊന്നും കൂടി പ്രസ് ചെയ്താൽ ഡിഗ്രി കാണിക്കുന്ന കാണാം. വീണ്ടും ഒന്നും കൂടി പ്രസ് ചെയ്താൽ ഡിഗ്രിയൊക്കെ റൈറ്റിലായിട്ട് അറേഞ്ച് ചെയ്തായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടോഗിൾ മെറിഡിയൻ എന്ന് പറയുന്നതാണ്. അത് ടോഗിൾ മെറിഡിയൻ എന്ന് പറയുന്ന എം എന്ന് പറഞ്ഞ ബട്ടൺ രേഖാംശ രേഖകൾ ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും ഉള്ളതാണ്. അപ്പം നമുക്ക് അടുത്തതായിട്ട് എം എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാം. ഇതിൻ്റെ തൊട്ട് പീഡ് അപ്പുറമായിട്ട് കാണുന്ന എം ഒന്ന് പ്രസ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ, നിങ്ങളുടെ സ്ക്രീനിൽ രേഖാംശ രേഖകൾ ഡിസ്പ്ലേ ചെയ്തതായിട്ട് കാണാൻ പറ്റും. മെറിഡിയൻ ലൈൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടി പ്രസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടി പ്രസ് ചെയ്താൽ അത് ടോപ്പിലായിട്ട് അറേഞ്ച് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്തത് ടോഗിൾ സൺ ആൻഡ് മൂണാണ്. നിങ്ങളുടെ സ്ക്രീനിൽ സൂര്യനെയും ചന്ദ്രനെയും ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ടോഗിൾ സൺ ആൻഡ് മൂൺ എന്നുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ വൈ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ഈ വൈ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ ഇവിടെ സണ്ണിനെയും നിങ്ങളുടെ സിസ്റ്റത്തിലെ സ്ക്രീനിൽ മൂണിനെയും കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒരു ചെറുതായിട്ട് ഇവിടെ കാണാം. സണ്ണിൻ്റെ ഒരു പിക്ചർ ഇവിടെ കാണാം. നമ്മൾ ഒന്നും കൂടി വൈ പ്രസ് ചെയ്താൽ അത് അവിടെ നിന്ന് ഹൈഡായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സണ്ണിനെയും മൂണിനെയും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. വൈ എന്ന് പറഞ്ഞ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സണ്ണിനെയും മൂണിനെയും ഹൈഡ് ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യാം. ഇനി അടുത്ത പറയുന്നതാണ് എൻ, ടോഗിൾ നൈറ്റ് എന്ന് പറയുന്നത്.
രാത്രിയുടെയും പകലിൻ്റെയും വേർതിരിവ് കാണാനാണ്. അപ്പം നമുക്ക് ഈ ഡേ ആൻഡ് നൈറ്റ് സെപ്പറേഷൻ ഉള്ളത് സ്ക്രീനിലുള്ള ആ സെപ്പറേഷൻ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള എന്ന് പറഞ്ഞ ബട്ടണാണ്. എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുന്നു. വീണ്ടും ഒന്നും കൂടി പ്രസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം പ്രസ് ചെയ്തപ്പോൾ ഇവിടെയുള്ള ഡേ ആൻഡ് നൈറ്റ് സെപ്പറേഷൻ രാപ്പകൽ വ്യത്യാസം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതായിരുന്നു ബട്ടൺ യൂസ് ചെയ്ത് N ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂം ടൈം ബാക്ക്വേർഡും ടൈം ഫോർവേഡും ആണ്. ഇത് നമുക്ക് ഒരു ആനിമേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തെ ഇന്ന ദിവസം കാണണമെങ്കിൽ അതിനായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ 3 കീയും. അതിൽ അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ ഉണ്ട്. നമുക്ക് ഒരു ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇനി നമ്മൾ ലീഗൽ ടൈം മോഡ്, നമ്മൾ ആദ്യം പരിചയപ്പെട്ട കാര്യമാണ് ലീഗൽ ടൈം മോഡ് എന്നുള്ളത്. ഒരു പ്രദേശത്തിൻ്റെ സ്റ്റാൻഡേർഡ് സമയം പ്രദർശിപ്പിക്കുന്നതിന്. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നു ലീഗൽ ടൈം, ഇപ്പോൾ ഉള്ള നമ്മുടെ സ്ഥലത്തിൻ്റെ ലീഗൽ ടൈമാണ് ഇവിടെ കാണിക്കുന്നത്. ആ ദിവസമായിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞു. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുന്നതാണ് L എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ടൈം. L എന്ന് പറഞ്ഞ് പ്രസ് ചെയ്താൽ ആ ഒരു പ്രദേശത്തിൻ്റെ ടൈമും ഇതുമാണ് ഇവിടെ കാണിക്കുക. ഇനി അടുത്തത് സോളാർ ടൈം മോഡാണ്. സൂര്യൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രദേശത്തെ സമയം പ്രദർശിപ്പിക്കുന്നത്. അപ്പം സോളാർ ടൈം എന്ന് പറയുന്നത് S-ൽ നമ്മളൊന്ന് പ്രസ് ചെയ്തു. S-ൽ പ്രസ് ചെയ്യുന്നതാണ് സോളാർ ടൈം എന്നുള്ളത്. അപ്പം നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, ഇവിടെ എഴുതി കാണിക്കുന്നത് ക്ലിക്ക് ഓൺ എ ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഏത് ലൊക്കേഷനിലാണോ പോയിട്ട് പ്രസ് ചെയ്യുന്നത് ആ ലൊക്കേഷൻ്റെ ടൈമാണ് ഇവിടെ കാണിക്കുക. അപ്പം ഞാൻ ഇവിടെയുള്ള ഈ ഒരു ലൊക്കേഷനിലാണ് പ്രസ് ചെയ്യുന്നത്. ഈ റെഡ് ഡോട്ടിൽ കാണിക്കുന്നതൊക്കെ മേജർ സിറ്റീസാണ്. അപ്പോൾ ആ സിറ്റീസിൻ്റെ നെയിമൊക്കെ വരുത്താൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഈ ഒരു ലൊക്കേഷനിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുമ്പോൾ ആ സിറ്റിയുടെ നെയിം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സോളാർ ടൈം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ഡേറ്റ് ഒക്കെ ഇവിടെ വന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് സ്ഥലവും ക്ലിക്ക് ചെയ്താലും അവിടുത്തെ ഇപ്പോഴത്തെ ടൈം കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ആ സ്ഥലവും ഇവിടെ എഴുതി കാണിക്കുന്നത് കാണാം. നമ്മളിവിടെ ഗ്രീനിച്ച് ലൈൻ കണ്ടിരുന്നു. ഗ്രീനിച്ച് ലൈൻ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 0 ഡിഗ്രിയിലുള്ള ഗ്രീനിച്ച് ലൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രീനിച്ച് ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് സമയം നിർണ്ണയിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോകുമ്പോഴുള്ള മാറ്റം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോടെ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിവിടെ ഈ ഒരു പടിഞ്ഞാറോട്ട് എന്നുള്ള ആദ്യത്തെ പ്രവർത്തനം ഒന്ന് ചെയ്യാം. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് 0 ഡിഗ്രിയിൽ ഉള്ള സമയമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് ഈ 0 ഡിഗ്രി ഇതാ കാണിക്കുന്നുണ്ട്. ആ 0 ഡിഗ്രി എന്നുള്ളിടത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്യുക. ആ ലൈൻ അവിടെ എവിടെയെങ്കിലും ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ടൈം കാണിക്കുന്നുണ്ട് 23:25 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ആ ടൈം രേഖപ്പെടുത്താം 23:25 എന്നുള്ളത്. അതേപോലെ തന്നെ രേഖാംശം 0 ഡിഗ്രിയാണ്. ദിവസം ഇവിടെയും 23 തന്നെയാണ് കൊടുക്കുന്നത്. ഇനി 30 ഡിഗ്രി പടിഞ്ഞാറോട്ടാണ്. 30 ഡിഗ്രി പടിഞ്ഞാറോട്ട് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് 30 ഡിഗ്രി, ഇത് എവിടെയാണ് 30 ഡിഗ്രി, ഈ ഒരു ലൈനിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ടൈം 21:26 ആണ്. അപ്പോൾ നിങ്ങളെ ടെക്സ്റ്റിൽ അതേപോലെ തന്നെ ഇവിടെ ഫില്ല് ചെയ്യുക 21:26 എന്നുള്ളത്. അതേപോലെ ഇനി പടിഞ്ഞാറോട്ട് 60 ഡിഗ്രി നോക്കാം. 60 ഡിഗ്രി ഇതാണ്ട് 60 ഡിഗ്രി കാണിക്കുന്നു. അപ്പോൾ 60 ഡിഗ്രിയിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ 19:27 ആണ്. അങ്ങനെ നമുക്കിവിടെ ഫുള്ള് ഫില്ല് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കിഴക്കോട്ട് പോകുന്ന സമയത്തുള്ള മാറ്റങ്ങൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ രേഖാംശം 0 ഡിഗ്രിയിൽ സെയിം ടൈം തന്നെയാണ്, നമ്മൾ 23 നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഇവിടെയും 30 ഡിഗ്രി കിഴക്കോട്ട് എടുക്കുകയാണ്. അപ്പോൾ 30 ഡിഗ്രി കിഴക്കോട്ട് എടുക്കുമ്പോൾ ഇതാ 30 ഡിഗ്രി ഇവിടെ കാണിക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും നമ്മളൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ടൈം 1:26 ആണ് അവിടുത്തെ ടൈം കാണിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി എന്നുള്ളത് ഇതാ ഇവിടെ ഇവിടെയായിട്ട് എവിടെയെങ്കിലും ഈ ലൈനിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 3:24 എന്നുള്ള സമയം കാണിക്കുന്നു. അങ്ങനെ നമുക്ക് ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ 90 ഡിഗ്രിയും ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടുന്ന് 5:30 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത്
സൂര്യൻ്റെ ഉദയാസ്തമയ സമയങ്ങളിലെ വ്യത്യാസങ്ങൾ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ കാണാനാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാവുന്നും കൂടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രസ് വാല്യൂ യൂസ് ചെയ്തിട്ട് ആനിമേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാർച്ച് 21 ക്രമീകരിച്ചിട്ട് 1 മിനിറ്റ് ആയിട്ട് പുനഃക്രമീകരിക്കാനാണ്, 1 മിനിറ്റ് ആയിട്ട് ആനിമേഷൻ കാണാനാണ് കണ്ടത്. ചെന്നൈയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള ഡേറ്റ് നമുക്കറിയാം October 11 ആണ്. ഇത് March 21 ആക്കണം. അപ്പോൾ ഇതെങ്ങനെ ആക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3 ബട്ടൺസാണ് G, B, A. G എന്ന് പറയുന്നതിൽ നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യും. A എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്യാനുള്ള ബട്ടണാണ് A എന്ന് പറയുന്നത്. നമുക്ക് B എന്നുള്ള പറയുന്നത് നമ്മൾ എന്ത് വാല്യൂ ആണ് ഇവിടെ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യാനാണ് B യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത്, B എന്ന് പറയുന്നത് കുറയ്ക്കാൻ. അപ്പോൾ നമ്മൾ ഇതിലാണ് വാല്യൂ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ജിയിൽ നിങ്ങളെ ടെക്സ്റ്റ് തന്നെ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്തുള്ള വാല്യൂ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് 1 മിനിറ്റ് ഉണ്ട്, 1 അവർ ഉണ്ട്, അതേപോലെ തന്നെ 1 ഡേ, 7 ഡേ, 30 ഡേയ്സ് എന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ എടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ജിയിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണുന്ന മാറ്റം നോക്കണം. ജിയിൽ പ്രസ് ചെയ്യുമ്പം ഇപ്പോൾ 1 മിനിറ്റ് മാറി 1 അവറായി. വീണ്ടും ഒന്നും കൂടി പ്രസ് ചെയ്തു 1 ഡേ. അപ്പോൾ നമ്മളിനി ഇത് യൂസ് ചെയ്തിട്ട് B പ്രസ് ചെയ്യുകയാണെങ്കിൽ 1 ഡേ മൈനസ് ആവുകയാണ് ചെയ്യുക. A ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ 1 ഡേ പ്ലസ് ആവുകയാണ് ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ ഒന്നും കൂടി ജിയിൽ പ്രസ് ചെയ്യുമ്പം 7 ഡേയ്സ് കാണിച്ചു. വീണ്ടും നമ്മൾ ജിയിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ 30 ഡേയ്സ്. അപ്പോൾ ഇത്രയും ഓപ്ഷനാണ് ജിയിലുള്ളത്, ഇത്രയും വാല്യൂസാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ 1 മിനിറ്റ് ഉണ്ട്, 1 ഡേ ഉണ്ട്, 7 ഡേ, അതേപോലെ 30 ഡേയ്സ്. അപ്പം ഞാനിവിടെ 30 ഡേയ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് മാറ്റേണ്ടത് ഇവിടെയുള്ള ഈ 11th October എന്നുള്ളതാണ്. അപ്പം ഞാൻ B യൂസ് ചെയ്തിട്ട് മൈനസ് ചെയ്യാണ്. അപ്പം B ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പം നിങ്ങളിവിടെ നോക്കിയാൽ കാണാം 11th September ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് പ്രസ് ചെയ്താൽ വെഡ്നെസ്ഡേ 12th August. വീണ്ടും പ്രസ് ചെയ്യുന്നു 13th July, 13th June, മെയ്, ഏപ്രിൽ, മാർച്ച്. ഇപ്പോൾ 15th March ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് 21st ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 20യിൽ കൊണ്ട് വെച്ചിട്ട് നമുക്കൊന്ന് ആനിമേഷൻ കാണാം. അപ്പോൾ 20 എന്ന് പറയുന്നതിലേക്ക് മാറ്റണം ഇനി. അപ്പോൾ വീണ്ടും നമുക്ക് പ്ലസ് ചെയ്യാൻ വേണ്ട. അപ്പോൾ ഇനിയിപ്പം 30 ഡേയ്സ് അല്ല നമുക്ക് പ്ലസ് ചെയ്യേണ്ട, ഒരു 7 ഡേയ്സ് ഒക്കെ ആയിട്ട് പ്ലസ് ചെയ്താൽ മതി. 7 ഡേയ്സും വേണ്ട, 7 ഡേയ്സ് ആയിട്ട് പ്ലസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഞാൻ ഈ ജിയിൽ പ്രസ് ചെയ്യാണ്. അപ്പോൾ 1 മിനിറ്റ്, 1 അവർ, 1 ഡേ, ഇനി നമുക്ക് വേണ്ടത് 7 ഡേ. ഇപ്പോൾ പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് A എന്ന് പറയുന്ന ബട്ടണാണ്. A എന്ന് പറയുന്ന ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ 22 ആയി. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ 20 എന്ന് പറയുന്നതിൽ വെച്ചിട്ട് നമുക്ക് ആനിമേഷൻ കാണാം. അപ്പം നമുക്ക് 2 ദിവസം മൈനസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും എന്താ ചെയ്യുക, ഇവിടെ ജിയിലൊന്ന് പ്രസ് ചെയ്യുക, വീണ്ടും പ്രസ് ചെയ്യുന്നു. 1 ഡേ ആക്കണം, 1 മിനിറ്റ്, 1 അവർ, 1 ഡേ ആക്കി. ഇനി Bയിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ 21st ആയി. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് സമരാത്ര ദിനമാണ് 21st എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടി Bയിലൊന്നും കൂടി പ്രസ് ചെയ്യാണ് 20. അപ്പം നമുക്ക് 20യിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ആനിമേഷൻ 21st ഒക്കെ കൃത്യമായിട്ട് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അക്ഷാംശരേഖകൾ കിട്ടാൻ വേണ്ടിയിട്ട് T എന്നുള്ളത് കൊടുത്തു. പ്രധാനപ്പെട്ട അക്ഷാംശരേഖകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും ഡിസ്പ്ലേ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് Y എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാണ്. ഇവിടെ കാണിക്കുന്നുണ്ട് സൂര്യൻ്റെ ഇത്. അത് കഴിഞ്ഞ് ഞാൻ ഈ ആനിമേഷൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള O എന്ന് പറഞ്ഞ ബട്ടൺ കാണാം, ഓപ്ഷൻ കമാൻഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ കാണാം. ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുന്നു. നല്ല ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പസ്ട്രോഫി അല്ലെങ്കിൽ സിംഗിൾ കൊട്ടേഷൻ മാർക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ 1 മിനിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ 1 മിനിറ്റ് ആക്കിയിട്ടില്ല. ഇവിടെ ജിയിൽ പോയിട്ട് 1 മിനിറ്റ് ആക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ 1 മിനിറ്റ് ആക്കി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ആനിമേഷൻ ഓൺ ചെയ്യാം. ഓപ്ഷൻ വിൻഡോയിൽ O എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അപ്പസ്ട്രോഫി എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണുന്നില്ലേ?
ഈ ഒരു ബട്ടണാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ആനിമേഷൻ ഓൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഭൂമധ്യരേഖയിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ചെന്നൈ നഗരം സെലക്ട് ചെയ്തിട്ടാണ് ആനിമേഷൻ പ്രവർത്തിപ്പിക്കാൻ പറയുന്നത്. അതേപോലെ തന്നെ താഴെ ലീഗൽ ടൈം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ചെയ്യാം. അപ്പം ലീഗൽ ടൈം ക്ലിക്ക് ചെയ്ത് വെക്കുക. ലീഗൽ ടൈമാണുള്ളത്. അതേപോലെ തന്നെ ചെന്നൈ നഗരത്തിൻ്റെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചെന്നൈ നഗരം ഇവിടെ ഇതാ ആ സിറ്റിയുടെ ഇതിവിടെ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മദ്രാസിന് കാണിക്കുന്നുണ്ട്. ലീഗൽ ടൈം എന്നുള്ളത് ഒന്നും കൂടി നമ്മൾ പ്രസ് ചെയ്ത് വെക്കുന്നു. ഇത്രയും ചെയ്തു. ഇനി നമ്മളോട് അടുത്ത് പറയുന്നത് വെളിച്ചം തുടങ്ങുന്ന ഭാഗം ചിഹ്നയ്ക്ക് മുകളിൽ മാർക്ക് ചെയ്ത സ്ഥലത്തെത്തുമ്പോൾ ആനിമേഷൻ അവസാനിപ്പിച്ച് ജാലത്തിന് താഴെയുള്ള സമയം കുറിച്ച് വെക്കാൻ പറയുന്നു. വൈ ക്ലിക്ക് ചെയ്ത് സൂര്യൻ്റെ സ്ഥാനം കാണാനും പറയുന്നു. അപ്പോൾ ഇതൊന്ന് നമുക്ക് നോക്കാം. സൺറൈസും സൺസെറ്റിൻ്റെയും ടൈം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി വെക്കുക. എവിടെയാണ് സൂര്യൻ്റെ സ്ഥാനമുള്ള ഭൂമധ്യരേഖയിലാണ്. സൂര്യോദയവും സൂര്യാസ്തമയവും അതേപോലെ തന്നെ പകലിൻ്റെ ദൈർഘ്യവും കാണാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് വെളിച്ചം തുടങ്ങുന്ന ഭാഗം ചെന്നൈക്ക് മുകളിൽ എത്തുമ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് അതേപോലെ ചെയ്ത് നോക്കാം. ഞാനൊന്നും കൂടി ആനിമേഷൻ ഓൺ ചെയ്യാണ്. കൃത്യമായിട്ട് അതിൻ്റെ മുകളിലാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊന്ന് ബി വെച്ചിട്ട് പുറകോട്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ എ വെച്ചിട്ട് മുന്നോട്ടാക്കണമെങ്കിലോ പറ്റും. കൃത്യമായിട്ട് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ സൂര്യോദയ സമയമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലൊന്ന് പ്രസ് ചെയ്താൽ ഇവിടെ കാണിക്കുന്നുണ്ട് സൺറൈസ് എന്ന് പറയുന്നത് 6:14 ആണെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൺസെറ്റ് എന്ന് പറയുന്നത് 18:18 ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഈ ഒരു ബോക്സിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. സൂര്യോദയം സൂര്യാസ്തമയം അത് തമ്മിൽ മൈനസ് ചെയ്തിട്ടുള്ള പകലിൻ്റെ ദൈർഘ്യം ഇവിടെ എഴുതാൻ പറ്റും. അപ്പം സൂര്യൻ്റെ സ്ഥാനം നമുക്ക് നോക്കാം. ഇതിവിടെയാണ് സൂര്യൻ്റെ സ്ഥാനം കാണിക്കുന്നത്. കൃത്യമായിട്ട് ഭൂമധ്യരേഖയിലാണ് സൂര്യൻ്റെ സ്ഥാനമുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാർച്ച് 21 എന്ന് പറയുന്നത് സമരാത്ര ദിനമാണ്. സമരാത്ര ദിനമാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് കുട്ടികൾക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ പറഞ്ഞതാണ് ജൂണിലെ ഒരു ദിവസം സൂര്യോദയ സൂര്യാസ്തമയം. അപ്പോൾ പകലിൻ്റെ ദൈർഘ്യം എത്രയാണ് അതൊക്കെ ഒന്ന് കാണിക്കാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജൂണാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 days ആക്കി പ്ലസ് ചെയ്യാണ്. 20 April ജൂണിലൊരു ദിവസമാക്കി നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അന്നത്തെ ഒരു മദ്രാസിലെ ഒരു ദിവസത്തെ സൂര്യോദയം സൂര്യാസ്തമയമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാണ്ട് സൺറൈസ് 5:46, അതേപോലെ തന്നെ സൺസെറ്റ് എന്നുള്ളത് 18:35 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് ചിലപ്പം ഏതെങ്കിലും ഒരു സിറ്റിയിലെ സൂര്യോദയം സൂര്യാസ്തമയം ആയിരിക്കും കാണിക്കാൻ പറയുന്നത്. അപ്പോൾ എല്ലാ സിറ്റിയും നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ സിറ്റിയുടെ നെയിം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് പറയുന്നത്. ഇതിൽ സിറ്റിയുടെ നെയിംസ് ഇവിടെ കുറേ ഡോട്ട്സ് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഓരോ സിറ്റിയാന്ന് പറഞ്ഞു, പ്രധാനപ്പെട്ട സിറ്റിയാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നെയിം കാണിക്കാൻ വേണ്ടിയിട്ട് യു എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. എർബൻ കമാൻഡ് വിൻഡോ എന്നുള്ള യു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നു. അവിടെ വീണ്ടും ഒരു യു എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. നമ്മളിവിടെ സിറ്റി നെയിം അടിച്ചാൽ നമുക്ക് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ യു ബട്ടൺ എന്നുള്ള ഒന്ന് പ്രസ് ചെയ്താൽ ഇവിടെയുള്ള എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട സിറ്റിയുടെയും മുകളിലായിട്ട് അതിൻ്റെ നെയിം അവിടെ എഴുതി കാണിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കാണിക്കണമെങ്കിൽ ഒന്നും കൂടി യു പ്രസ് ചെയ്താൽ മതി. കഴിഞ്ഞ വർഷം വന്ന മിഡ് ടേമിലെയും SSLC മോഡൽ എക്സാമിലെയും സൺക്ലോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും അവ ചെയ്യുന്ന രീതിയും വീഡിയോ ട്യൂട്ടോറിയൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.